നമുക്ക് ലൈഫിൽ എങ്ങനെ പ്ലാൻ ചെയ്യാം കാര്യങ്ങൾ, എന്ത് കാര്യമായിരുന്നാലും എങ്ങനെയാണ് പ്ലാൻ ചെയ്തെടുക്കേണ്ടത്? ഭാവിക്ക് വേണ്ടി പറ്റുന്നത്ര പ്രിപ്പയർഡ് ആയിരിക്കുക എന്നുള്ളതിനെ ഒറ്റ വാക്കിൽ നമുക്ക് പ്ലാനിങ് എന്ന് വിളിക്കാം. ഞാൻ എൻ്റെ ഒരു ഭാഷയിൽ പറഞ്ഞാൽ, ഞാൻ പഠിച്ച് മനസ്സിലാക്കിയത് മൈൻഡ് മാപ്പിംഗ് ചെയ്യും. ഞാനതാണ് ചെയ്യുക. ആ രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം മൈൻഡ് മാപ്പിംഗ്. ഇത് എന്തിലൊക്കെ ഉപയോഗിക്കാമെന്നോ? വളരെ സിമ്പിളായിട്ട് നാളെ രാവിലെ ഞാൻ എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം എന്നുള്ളതിന് നമുക്ക് മൈൻഡ് മാപ്പിംഗ് അല്ലെങ്കിൽ പ്ലാനിങ് ചെയ്യാം. അതുപോലെ തന്നെ എൻ്റെ ഇത്രയും കാലം ഞാൻ 10-20 കൊല്ലമായി കൊണ്ടു നടന്നിരുന്ന കരിയർ എനിക്ക് ഗ്രോത്ത് ഉണ്ടാക്കുന്നില്ല, ഈ കരിയർ എനിക്ക് ഷിഫ്റ്റ് ചെയ്യണം, അതിന് മൈൻഡ് മാപ്പിംഗ് ചെയ്യാം, പ്ലാനിങ് ചെയ്യാം. കുഞ്ഞു കാര്യം മുതൽ വലിയ കാര്യം വരെ ഒരു പ്ലാനിങ് ഉണ്ടാക്കുന്ന ഇഫക്റ്റ് വളരെ വ്യത്യസ്തമാണ്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യത്തിൽ തുടങ്ങാം. അനീഷയുടെ ഉദാഹരണം വെച്ച് പറയട്ടെ. ഞാൻ ഒരു ദിവസം അനീഷ റാൻഡംലി മോർണിംഗിൽ എണീക്കുന്നു, കയ്യും കാലൊക്കെ സ്ട്രെച്ച് ചെയ്ത് ഇന്ന് രാവിലെ എന്താ ഉണ്ടാക്കേണ്ടത് കഴിക്കാൻ എന്ന് ചിന്തിക്കുന്നു. എന്നിട്ട് ഇങ്ങനെ ഓരോ ട്രേ ഒക്കെ വലിച്ചു നോക്കുന്നു, പുട്ട് എടുത്ത് നോക്കുന്നു. പുട്ട് നോക്കുമ്പോൾ എല്ലാവർക്കും കഴിക്കാനുള്ള അത്ര പൊടി അതിൽ കാണുന്നില്ല. ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് നോക്കുമ്പോൾ പൗഡറുണ്ട്, ചപ്പാത്തിക്ക് ആട്ടയുണ്ട്, ബട്ട് ചപ്പാത്തിക്ക് പറ്റിയ കറി ഉണ്ടാക്കാനുള്ള എന്തോ സാധനം മിസ്സിങ് ഉണ്ട്. ഇങ്ങനെ ആകെ രാവിലെ തന്നെ ടെൻസ്ഡ് ആവുന്നു. എന്നിട്ട് എന്തൊക്കെയോ ഒപ്പിച്ചെന്തൊക്കെയോ ചെയ്യുന്നു. ഇതൊരു പ്രോപ്പർ പ്ലാനിങ് ഇല്ലാത്തതിൻ്റെ കുഴപ്പമാണ്. ഓക്കെ, ഇപ്പം ഞാൻ കിച്ചൺ ഓപ്പറേറ്റ് ചെയ്യുവാണെങ്കിൽ എനിക്ക് ഈ പ്രശ്നം വരില്ല. എന്തുകൊണ്ടെന്നറിയോ? ഇപ്പം നാളെ രാവിലെ ഉണ്ടാക്കേണ്ട ഒരു കാര്യം ഒരിക്കലും ഞാൻ നാളെ രാവിലെ എഴുന്നേറ്റിട്ട് തിരയാൻ നിൽക്കില്ല എന്നുള്ളതാണ്. കാരണം എനിക്ക് രാവിലെ എഴുന്നേറ്റ് ടെൻഷൻ അടിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സോ ഞാൻ രാത്രി ഒരു മൈൻഡ് മാപ്പിംഗ് ചെയ്യാൻ സാധ്യതയുണ്ട്.